Good morning all. Welcome to CE 303 Structural Analysis 2 class. So, നമ്മൾ module 2 complete ചെയ്തു. module 2 stop deflection method നമ്മൾ complete ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് module 1 ആണ്. നമ്മുടെ SA2ലെ module 1ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് Theorem of 3 moments അല്ലെങ്കിൽ 3 moment equation or another name ആണ് Clapeyron's theorem. സോ മൊഡ്യൂൾ 1ൽ നമുക്ക് പഠിക്കാനുള്ളത് വേറൊരു മെത്തേഡാണ്. നമ്മൾ മൊഡ്യൂൾ 2ൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് പഠിച്ചു. അതുപോലെ മൊഡ്യൂൾ 1ൽ വരുന്ന മെത്തേഡാണ് 3 moment ഇക്വേഷൻ ഓർ തിയറം ഓഫ് 3 moments ഓർ ക്ലാപ്പിയോൺസ് തിയറം. ഈ ഒരു മെത്തേഡാണ് 3 moment ഇക്വേഷൻ, ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മുടെ ഈ മൊഡ്യൂൾ 1ൽ വരുന്നത്. സോ കംസ് ടു സിലബസ്. സോ സിലബസിൽ പറയുന്നത് ഫസ്റ്റ് വൺ ക്ലാപ്പിയോൺസ് തിയറം ഓർ 3 moment ഇക്വേഷൻ, അതാണ് നമ്മുടെ മൊഡ്യൂൾ 1. ആ മെത്തേഡിൻ്റെ പേരാണ് ക്ലാപ്പിയോൺസ് തിയറം അല്ലെങ്കിൽ 3 moment ഇക്വേഷൻ. ദെൻ അതിനകത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ഡെറിവേഷൻ ഓഫ് 3 moment ഇക്വേഷൻ, 3 moment ഇക്വേഷൻ്റെ ഡെറിവേഷൻ പഠിക്കണം. അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ദീസ് 3 moment ഇക്വേഷൻ ഫോർ ദ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം അണ്ടർ ദ എഫക്റ്റ് ഓഫ് അപ്ലൈഡ് ലോഡ്സ് ആൻഡ് അൺഈവൻ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ്. സോ ഈ ഒരു ഒറ്റ മെത്തേഡ് മാത്രമേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിലും പഠിക്കാനുള്ളൂ. ക്ലാപ്പിയോൺസ് തിയറം അല്ലെങ്കിൽ 3 moment ഇക്വേഷനുള്ള ഒരൊറ്റ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു കണ്ടിന്യൂസ് ബീമിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അതുപോലെ കണ്ടിന്യൂസ് ബീം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്സ് വരുന്നത്, അതുപോലെ എന്തെങ്കിലും സപ്പോർട്ടിൻ്റെ സെറ്റിൽമെൻറ്റ് വരികയാണെങ്കിൽ, കണ്ടിന്യൂസ് ബീം തന്നെ ഫിക്സഡ് എൻഡ് ആണെങ്കിൽ ഹിഞ്ച്ഡ് എൻഡ്, ഓവർ ഹാങ് വരുമ്പോൾ, അങ്ങനെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വിത്ത് ഡിഫറെൻറ്റ് അപ്ലൈഡ് ലോഡ്സ് ആൻഡ് വിത്ത് ഓർ വിത്തൗട്ട് ദ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ്. ഈ ഒരു ഇത്രയും കേസസ് ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിലും പഠിക്കാനുള്ളത്. തൊട്ട് മുമ്പ് പഠിച്ച അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് ബീംസിന് മാത്രമേ നമുക്ക് ഈ 3 moment ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിമിൻ്റെ കേസിൽ ഈ ഒരു സെഷനിൽ വരില്ല. നേരത്തെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നമുക്ക് ഫ്രെയിമും കൂടെ ഉണ്ടായിരുന്നു അല്ലേ, സ്വേ ഫ്രെയിം ആൻഡ് വിത്തൗട്ട് സ്വേ ഫ്രെയിമിൻ്റെയും അനാലിസിസ് ഉണ്ടായിരുന്നു. 3 moment ഇക്വേഷൻ നമുക്ക് കണ്ടിന്യൂസ് ബീംസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഫ്രെയിമുള്ള ഒരു പ്രോബ്ലം ഈ ഒരു മൊഡ്യൂളിൽ ഉണ്ടാവില്ല. ഓൺലി കണ്ടിന്യൂസ് ബീംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ദെൻ 3 moment ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മുടെ SA2ൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറും സ്റ്റാറ്റിക്കൽ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറൊക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനെ അനാലിസിസ് ചെയ്യുന്ന മെത്തേഡ്സുകളാണ് നമ്മുടെ SA2ൽ വരുന്നത്. അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് മെത്തേഡും ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡും ഉണ്ട് അല്ലേ. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡായിരുന്നു. പക്ഷേ നമ്മുടെ ഈ 3 moment ഇക്വേഷൻ എന്നുള്ളത് ഒരു ഫോഴ്സ് മെത്തേഡാണ്. സോ 3 moment ഇക്വേഷൻ ഇറ്റ് ഈസ് എ ഫോഴ്സ് മെത്തേഡ് യൂസ്ഡ് ടു അനലൈസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം നമുക്കറിയാം സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സാണ്. കണ്ടിന്യൂസ് ബീമിനെ നമ്മൾ 3 moment ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന പോർഷനാണ് നമ്മൾ ഈ മൊഡ്യൂൾ 1ൽ വരുന്നത്. 3 moment ഇക്വേഷൻ ഒരു ഫോഴ്സ് മെത്തേഡാണ്. നമ്മൾ ഫോഴ്സ് മെത്തേഡിൻ്റെ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു 3 moment ഇക്വേഷൻ എന്നല്ല, എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫോഴ്സ് മെത്തേഡ് യൂസ്ഡ് ടു അനലൈസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ബീംസ്. സോ കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിസ് ആണ് 3 moment ഇക്വേഷൻ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സോ ഇൻട്രൊഡക്ഷൻ. So it is developed by a French engineer Clapeyron in 1857. Clapeyron എന്നുള്ളൊരു ഫ്രഞ്ച് എഞ്ചിനീയറാണ് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്ലാപ്പിയോൺസ് തിയറം എന്നും കൂടെ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ റിലേറ്റ്സ് ദ ഇൻറ്റേർണൽ മൊമെൻറ്റ്സ് ഇൻ എ കണ്ടിന്യൂസ് ബീം അറ്റ് 3 points ഓഫ് സപ്പോർട്ട് ടു ദ ലോഡ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ്. സോ ഈ ഇക്വേഷനെ റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻറ്റേർണൽ മൊമെൻറ്റ്സ് ആണ്. ഒരു കണ്ടിന്യൂസ് ബീംസിനകത്തുള്ള ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിലുള്ള മൊമെൻറ്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ മൊമെൻറ്റ്സ് ഇൻ എ കണ്ടിന്യൂസ് ബീം അറ്റ് 3 points ഓഫ് സപ്പോർട്ട്, മൂന്ന് സപ്പോർട്ടുള്ള, അതായത് 2 span ആയിട്ടുള്ള കണ്ടിന്യൂസ് ബീം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് ഈ 3 moment ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് അൺനോൺസ് ആയിട്ടുള്ള ഇൻറ്റേർണൽ മൊമെൻറ്റ്സിനെ, ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിലുള്ള മൊമെൻറ്റ്സിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടു ദ ലോഡ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ്, ഏത് ടൈപ്പ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ 3 moment ഇക്വേഷൻ വെച്ചിട്ട് അതിനകത്തുള്ള ഇൻറ്റേർണൽ മൊമെൻറ്റ്സിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ ദ സക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് ദീസ് ഇക്വേഷൻസ്
To each span of the beam, one obtain a set of equations that may be solved simultaneously for the unknown internal moments at the supports. So 3 moment equation നമ്മൾ പറഞ്ഞു നമുക്ക് 3 സപ്പോർട്ട്സിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. 3 സപ്പോർട്ട്സിനാണ് നമ്മൾ ഈ 3 moment ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് കുറേ സപ്പോർട്ട്സുകളുണ്ട്. ഒരു 5 സപ്പോർട്ട്സൊക്കെ ഉണ്ടെങ്കിൽ 5 സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ആദ്യം ഫസ്റ്റ് 3 സപ്പോർട്ട്സ് എടുക്കുക. അതായത് ഫസ്റ്റത്തെ 2 സ്പാൻ എടുക്കും, പിന്നെ അടുത്ത 2 സ്പാൻ എടുക്കും. അപ്പോൾ അതിനും 3 moment ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അങ്ങനെ ഓരോ പെയർ ഓഫ് സ്പാൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് 3 moment ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ആ 3 moment ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും അൺനോൺസിൻ്റെ ടൈമിൽ. കാരണം അതിനകത്ത് അൺനോൺസ് ഉണ്ടാവും, നമുക്ക് അറിയാവുന്ന വാല്യൂസും ഉണ്ടാവും. അപ്പോൾ അൺനോൺസ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ അടുത്ത 2 സ്പാനുകൾ എടുക്കുമ്പോൾ അതിനകത്തും അൺനോൺസ് വരും. അങ്ങനെ കുറേ ഇക്വേഷൻസ് നമുക്ക് കിട്ടും. എത്ര സപ്പോർട്ട്സ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഓരോ പെയർ ഓഫ് സ്പാൻസ് എടുത്തിട്ട് നമുക്ക് ഒരു 2-3 ഇക്വേഷൻസൊക്കെ കിട്ടും. അൺനോൺസിൻ്റെ 2-3 ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസിന് നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്യാം. നമുക്ക് കാൽക്കുലേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള, അതായത് നമ്മൾ അൺനോൺ ആയിട്ടുള്ള മൊമെൻറ്റ്സിന് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ബൈ സക്സസീവ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ടു ഈച്ച് സ്പാൻ ഓഫ് ദ ബീം വൺ ഒബ്റ്റെയിൻ എ സെറ്റ് ഓഫ് ഇക്വേഷൻ ദാറ്റ് മേ ബി സോൾവ് സൈമൾട്ടേനിയസ്ലി ഫോർ ദ അൺനോൺ ഇൻറ്റേർണൽ മൊമെൻറ്റ്സ് അറ്റ് ദ സപ്പോർട്ട്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് 3 moment ഇക്വേഷൻ വരുന്നത്. ഓക്കെ. So Clapeyron's theorem or theorem of 3 moment equation, it expresses the relationship between the moments at the successive supports and the loading on the 2 span between those 3 support with or without unequal settlement of support. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Okay, it expresses the relationship between the moments at the 3 successive supports. So we have 3 successive supports. So we have 3 successive supports. So and the loading on the 2 spans. So 3 support ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ 2 സ്പാനാണ് ഉണ്ടാവുക. L1 L2 എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്പാൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനെ എടുക്കാൻ പറ്റുന്നത് 2 സ്പാന്, ഇതിപ്പോൾ എ ബി എന്ന് പറഞ്ഞ സ്പാന്, ബി സി എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്പാൻ, ദാറ്റ് ഈസ് 3 എ ബി സി എന്നുള്ള തൊട്ടടുത്ത 3 സപ്പോർട്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ 3 സപ്പോർട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 സ്പാൻ വരുന്നുണ്ട് L1 ആൻഡ് L2, എ ബി ആൻഡ് ബി സി. സോ ഈ ഒരു 3 moment ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മളിതുപോലെ 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 സപ്പോർട്ട്സിൽ, ദാറ്റ് ഈസ് 2 സ്പാൻസിനകത്ത് വരുന്ന റിലേഷൻസിനാണ് സോ ഇവിടെ നമുക്ക് എയിൽ മൊമെൻ്റ് ഉണ്ടാവും എം എ, ആൻഡ് ബിയിലുള്ള മൊമെൻ്റ് ആണ് സപ്പോസ് എം ബി, ആൻഡ് സിയിലുള്ള മൊമെൻ്റ് എം സി. സോ ഈ എം എ എം ബി എം സി അതാണ് നമ്മുടെ മൊമെൻറ്റ്സ് അല്ലേ. നമ്മുടെ 3 സക്സസീവ് ആയിട്ടുള്ള സപ്പോർട്ട്സ് എടുത്തു, എ ബി സി, അതിൻ്റെ കറസ്പോണ്ടിങ് സ്പാൻസ് ആണ് എ ബി ആൻഡ് ബി സി. 3 സക്സസീവ് സപ്പോർട്ട്സ് വരുമ്പോൾ അവിടെ 2 സ്പാനാണ് ഉണ്ടാവുക, എ ബി ആൻഡ് ബി സി. സോ ഈ 2 സ്പാനിലാണ് നമ്മൾ 3 moment ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അവിടുത്തെ മൊമെൻറ്റ്സ് ആണ് എം എ എം ബി ആൻഡ് എം സി. സോ ഈ എം എ എം ബി എം സി തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ 3 moment ഇക്വേഷൻ. വിത്ത് ഓർ വിത്തൗട്ട് അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് സപ്പോർട്ട്സ്. ചില ടൈമിൽ എന്താ നമ്മുടെ ഈ സപ്പോർട്ടുകളെല്ലാം സെയിം ലെവലായിരിക്കും, സെറ്റിൽമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ചില കേസസിൽ ഈ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് കുറച്ച് താഴെ ആയിരിക്കും, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് കുറച്ച് താഴെ ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടോ എന്ന് കൂടെ നോക്കണം. അപ്പോൾ വിത്ത് ഓർ വിത്തൗട്ട് എ സെറ്റിൽമെൻറ്റ് ഓഫ് സപ്പോർട്ട്, നമുക്ക് സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ 3 moment ഇക്വേഷൻ വരുന്നത്. ഇറ്റ് എക്സ്പ്രസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മൊമെൻറ്റ്സ് അറ്റ് ദ 3 സക്സസീവ് സപ്പോർട്ട് എ ബി സി ആൻഡ് ദ ലോഡിംഗ് ഓൺ ദ 2 സ്പാൻസ് എ ബി ആൻഡ് ബി സി വിത്ത് ഓർ വിത്തൗട്ട് ദ അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഓഫ് സപ്പോർട്ട്. സോ ഇങ്ങനെയാണ് 3 moment ഇക്വേഷൻ്റെ കൺസെപ്റ്റ് വരുന്നത്. So it derived from the consistency condition that the slope at the middle support calculated from the left span should be the same as the slope that at the middle support calculated from the right span. നമ്മൾ 3 സപ്പോർട്ട്സ് ഉള്ള ഒരു 2 span കണ്ടിന്യൂസ് ബീമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എ ബി സി. സോ നമുക്കറിയാം ഇതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്.
സോ നമുക്കൊരു 2 സ്പാൻ ബീം കൺസിഡർ ചെയ്യാം. എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്പാൻ കണ്ടിന്യൂസ് ബീം വരുന്നുണ്ട്. ഓക്കെ, സോ എ ബി സി 3 സക്സസീവ് സപ്പോർട്ട്സ് ആയിട്ടുള്ള 2 സ്പാൻ കണ്ടിന്യൂസ് ബീംസിനാണ് നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഡിറൈവ് ഫ്രം ദ കൺസിസ്റ്റൻസി കണ്ടീഷൻ ദാറ്റ് ദ സ്ലോപ്പ് അറ്റ് ദ മിഡിൽ സപ്പോർട്ട്, ഇവിടെ മിഡിൽ സപ്പോർട്ട് എന്താ വരുന്നത്, ബി ആണ് മിഡിൽ സപ്പോർട്ട്. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് അറ്റ് ദ മിഡിൽ സപ്പോർട്ട് കൺസിഡർ ഫ്രം ദ ലെഫ്റ്റ് സ്പാൻ ഷുഡ് ബി സെയിം ആസ് ദ സ്ലോപ്പ് അറ്റ് ദ മിഡിൽ സപ്പോർട്ട് കാൽക്കുലേറ്റഡ് ഫ്രം ദ റൈറ്റ് സ്പാൻ. സോ ഈ മിഡിൽ സപ്പോർട്ടിൽ വരുന്ന സ്ലോപ്പ് നമ്മുടെ ലെഫ്റ്റ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ സ്പാൻ L1 L2 ആണ് നമ്മുടെ റൈറ്റ് സ്പാൻ. ദിസ് ഈസ് ലെഫ്റ്റ് ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് സ്പാൻ. ഓക്കെ, സോ നമ്മൾ മിഡിൽ സപ്പോർട്ടിനകത്തുള്ള സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ലെഫ്റ്റ് സ്പാൻ കൺസിഡർ ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ വരുന്നത് കണ്ടിന്യൂസ് ബീമാണ്. സോ ഇതിൻ്റെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ ഇങ്ങനെ വരും. സോ ഇതാണ് നമ്മുടെ ഈ ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഡിഫ്ലക്റ്റഡ് പ്രൊഫൈൽ. സോ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ മിഡിൽ സപ്പോർട്ട്, അവിടുത്തെ സ്ലോപ്പാണ് തീറ്റ. അതുപോലെ ഈ സൈഡിലും ഉണ്ടാവും ബിയുടെ സ്ലോപ്പാണ് തീറ്റ. ഓക്കെ, സെൻട്രൽ വരുന്ന സപ്പോർട്ടിൻ്റെ സ്ലോപ്പാണ് തീറ്റ. അപ്പോൾ ആ തീറ്റ നമ്മൾ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സ്പാൻ ആയിട്ടുള്ള എ ബി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേ തീറ്റയുടെ വാല്യൂ തന്നെയായിരിക്കും ഇവിടുത്തെ ബി സി എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്പാൻ കൺസിഡർ ചെയ്തിട്ട് ബിയിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈ തീറ്റയുടെ വാല്യൂ സെയിം ആയിരിക്കും. അതാണ് വേറൊരു കൺസെപ്റ്റ്. ഇതാണ് ക്ലാപ്പെയോൺസ് തിയറം പറയുന്നത്. ഇറ്റ് ഡിറൈവ് ഫ്രം ദ കൺസിസ്റ്റൻസി കണ്ടീഷൻ ദാറ്റ് ദ സ്ലോപ്പ് അറ്റ് ദ മിഡിൽ സപ്പോർട്ട് കാൽക്കുലേറ്റഡ് ഫ്രം ദ ലെഫ്റ്റ് സ്പാൻ ഷുഡ് ബി സെയിം ആസ് ദ സ്ലോപ്പ് അറ്റ് ദ മിഡിൽ സപ്പോർട്ട് കാൽക്കുലേറ്റഡ് ഫ്രം ദിസ് റൈറ്റ് സ്പാൻ. സോ ഇതാണ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് 3 മൊമെൻറ്റ് ഇക്വേഷൻ വരുന്നത്. സോ നമ്മൾ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ബീംസിന് അനാലിസിസിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുക. ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസ് ബീംസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. കണ്ടിന്യൂസ് ബീംസിൽ ഏത് ടൈപ്പ് ലോഡ്സ് ആണെങ്കിലും ഏത് സപ്പോർട്ട്സ് ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് 3 മൊമെൻറ്റ് ഇക്വേഷൻ. സോ ദ 3 മൊമെൻറ്റ് ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. 3 മൊമെൻറ്റ് ഇക്വേഷൻ MA × L1/I1 plus 2MB × L1/I1 plus L2/I2 plus MC × L2/I2 is equal to minus 6A1 L1 minus 6A2 L2 plus 6EHA/L1 plus 6EHC/L2. സോ ഇതാണ് നമ്മുടെ 3 മൊമെൻറ്റ് ഇക്വേഷൻ കണ്ടിട്ട് വലുതാണെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരൊറ്റ ഇക്വേഷൻസ് പഠിച്ചാൽ മതി. ഫസ്റ്റ് പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, മീൻസ് കുറേ ഉണ്ടല്ലോ എന്നുള്ള ഇതായിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ മുഴുവൻ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ 2-3 പ്രോബ്ലമൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ കാണാതെ പഠിക്കും. ഓക്കെ, അതുകൊണ്ട് ആദ്യം തന്നെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ നോക്കിയിട്ട് പ്രോബ്ലം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് 2-3 പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോഴേക്കും ഇക്വേഷനെ കാണാതെ പഠിക്കും. കാരണം ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുള്ളൂ. ഓക്കെ, അത് യൂസ് ചെയ്താകുമ്പോൾ നമുക്ക് അത് സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് അത് കാണാതെ പഠിക്കും. അപ്പോൾ ആദ്യം തന്നെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ 3 മൊമെൻറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ടേംസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 സക്സസീവ് ആയിട്ടുള്ള സപ്പോർട്ട്സ്, അതായത് 2 സ്പാൻ ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ 3 സക്സസീവ് സപ്പോർട്ടായിട്ടുള്ള ABC കൺസിഡർ ചെയ്യുകയാണ്. AB ആൻഡ് BC ആണ് നമ്മുടെ സ്പാന്. സോ AB ആൻഡ് BCയിലാണ് നമ്മൾ ഈ 3 മൊമെൻറ്റ് ഇക്വേഷനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ അവിടെ MA MB MC എന്ന് പറഞ്ഞാൽ MA MB MC എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ മൊമെൻ്റാണ് MA MB MA MB MC എന്ന് പറഞ്ഞിട്ടുള്ളത് ABC എന്ന് സപ്പോർട്ടിലെ മൊമെൻറ്റ്സ് ആണ് MA MB MC. ആ വാല്യൂസ് ആയിരിക്കും നമ്മുടെ അൺനോൺ ആയിട്ടുള്ള ഇൻറ്റേർണൽ മൊമെൻറ്റ്സ് ആയിരിക്കും MB MC ഒക്കെ വരുന്നത്. സോ അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ എയിം. ആ മൊമെൻറ്റ്സ് ഇൻറ്റേർണൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. സോ അതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് MA MB MC എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ്സ് അറ്റ് ദ സപ്പോർട്ട് A B ആൻഡ് C. നെക്സ്റ്റ് വരുന്ന ടേമാണ് L1. സോ L1 എന്ന് പറഞ്ഞാൽ എന്താ, സ്പാൻ ഓഫ് ദ ബീം AB. ഫസ്റ്റ് സ്പാനിൻ്റെ ലെങ്ത് ആണ് L1. നെക്സ്റ്റ് L2 എന്ന് പറഞ്ഞാൽ
നെക്സ്റ്റ് ടേം L2 ഉണ്ട്. L2 എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് ദ ബീം BC, ദാറ്റ് ഈസ് നമ്മുടെ സെക്കൻഡ് സ്പാൻ. 2 സ്പാനാണ് നമ്മൾ 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് സ്പാനാണ് L1, സെക്കൻഡ് സ്പാൻ L2. സിമിലർലി ഇതിനകത്ത് I1 എന്ന് പറഞ്ഞ ടേം ഉണ്ട്. I1 എന്നുള്ള ടേം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സ്പാൻ AB. സിമിലർലി I2 മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ബീം ഇൻ സ്പാൻ BC. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ ടേംസും ആയി. സോ MA, MB, MC എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മൊമെൻറ്റ്സ് അറ്റ് ദ സപ്പോർട്ട്സ് A, B and C. Then L1 is the length of the span AB, L2 is the length of the span BC, I1 is the moment of inertia of the span AB, I2 is the moment of inertia of the span BC. നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് നമുക്ക് HA എടുക്കാം. HA എന്ന് പറഞ്ഞ ടേം ഉണ്ട്, HC എന്ന് പറഞ്ഞ ടേം ഉണ്ട്. HC പറഞ്ഞ ടേംസ് വേറെ ഒന്നല്ല, നമ്മൾ പറഞ്ഞു സെറ്റിൽമെൻറ്റ് ഉണ്ടാവാം. സോ നമുക്ക് ABC എന്നുള്ള കണ്ടിന്യൂസ് ബീം എടുക്കാം. ദിസ് ഈസ് അവർ A ആൻഡ് ദിസ് ഈസ് B ആൻഡ് ദിസ് ഈസ് C. സോ ഇതാണ് നമ്മുടെ ABC എന്ന സപ്പോർട്ട്. സോ ചില കേസസിൽ നമ്മൾ പറഞ്ഞ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് നമുക്ക് B എന്ന് പറഞ്ഞ സപ്പോർട്ട് കുറച്ച് താഴെയാണ് മാറി നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഇവിടെയാണ് നമ്മുടെ B സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ABC എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട്. ABC എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് സ്പാന്. എയും സിയും സെയിം ലെവലാണ്, പക്ഷെ B എന്ന് പറഞ്ഞ സപ്പോർട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. B എന്ന് പറഞ്ഞ സപ്പോർട്ട് എയുടെയും സിയുടെയും താഴെയാണ്. സോ നമ്മൾ 3 മൊമെൻ്റ് ഇക്വേഷനകത്ത് എപ്പോഴും സെൻട്രൽ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് സെറ്റിൽമെൻറ്റ് പറയുക. എപ്പോഴും നമ്മൾ സെൻട്രൽ സപ്പോർട്ടാണ് നമ്മുടെ റെഫറൻസ്. സോ ഇവിടെ B എന്ന് പറഞ്ഞ സപ്പോർട്ട് എടുക്കുമ്പോൾ B എന്ന് പറഞ്ഞ സപ്പോർട്ട് നമുക്കറിയാം താഴെയാണ്. B സപ്പോർട്ടിൻ്റെ മുകളിലാണ് A എന്നുള്ള സപ്പോർട്ടും അതുപോലെ C എന്നുള്ള സപ്പോർട്ടും. അപ്പോൾ നമ്മൾ HA എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സപ്പോർട്ട് A വിത്ത് റെസ്പെക്ട് ടു ദ സപ്പോർട്ട് B. B എന്ന് പറഞ്ഞ സപ്പോർട്ടും A സപ്പോർട്ടും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് HA. ഓക്കെ, റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സപ്പോർട്ട് A വിത്ത് റെസ്പെക്ട് ടു സപ്പോർട്ട് B, അതാണ് നമ്മുടെ HA. റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സപ്പോർട്ട് C വിത്ത് റെസ്പെക്ട് ടു സപ്പോർട്ട് B, അതാണ് നമ്മുടെ HC. സോ HA HC ആണ് നമ്മൾ സപ്പോർട്ട് സെൻട്രൽ സപ്പോർട്ടിൽ നിന്ന് എത്ര മാറിയിട്ടാണ് നമ്മൾ എൻഡിലെ സപ്പോർട്ടായിട്ടുള്ള A നിൽക്കുന്നത്, അതാണ് HA. സിമിലർ HC റൈറ്റ് ഹാൻഡ് സൈഡിൽ സപ്പോർട്ടായിട്ടുള്ള C എന്ന് പറഞ്ഞ സപ്പോർട്ട് സെൻട്രൽ സപ്പോർട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി, എത്ര ലെവൽ ഡിഫറൻസ് ഉണ്ട്, അതാണ് നമ്മുടെ HC. ഓക്കെ, സോ HA HC എന്ന് പറഞ്ഞാൽ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സപ്പോർട്ട് A വിത്ത് റെസ്പെക്ട് ടു സപ്പോർട്ട് B ആഫ്റ്റർ അൺഈക്വൽ സെറ്റിൽമെൻറ്റ്. HC is the relative position of support C with respect to support B after unequal settlement. സോ നെക്സ്റ്റ് ടേം ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിനകത്ത് A1 എന്ന് പറഞ്ഞൊരു ടേംസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ A1. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ഒരു സ്പാന് നമ്മളിപ്പോൾ 2 സ്പാൻ കണ്ടിന്യൂസ് ബീം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ലോഡ് ഉണ്ടാവും. സപ്പോസ് ഇവിടെ UDL ആണ് ആക്ട് ചെയ്യുന്നത്, അതുപോലെ BCയിലൊരു സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അതിന് ബെൻഡിങ് മൊമെൻ്റ് ഉണ്ടാവും അല്ലേ. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം സോ ഇത് ABC. അപ്പോൾ AB എന്ന് പറഞ്ഞ സ്പാനിൽ ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നത്. UDL ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം പരാബോളയാണ്. BC എന്ന് പറഞ്ഞ സ്പാനിൽ ആക്ട് ചെയ്യുന്ന ഒരു സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡാണ്. അപ്പോൾ ഒരു ട്രയാങ്കുളാണ് വരുന്നത്. സോ അതിൻ്റെ വാല്യൂസ് ഒക്കെ അറിയാം നമുക്ക്. WL²/8 ആണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. UDL ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ WL/4 വരും. സെൻട്രലിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് WL/4 ആണ്. ഓക്കെ, സോ ക്യാപിറ്റൽ A1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A1 ഈസ് ദ ഏരിയ ഓഫ് ദ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഇൻ സ്പാൻ AB. ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പാനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ്.
എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്ന കാരണമുള്ള ബെൻഡിങ് മൊമെൻ്റാണ് നമ്മുടെ ഫ്രീ മൊമെൻ്റ് ഡയഗ്രാം. സോ എ ബിനകത്ത് നമ്മൾ പറഞ്ഞു യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. എ ബിനകത്ത് യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഷേപ്പ് എന്ന് പറഞ്ഞാൽ പരാബോളയാണ്. സോ A1 എന്ന് പറഞ്ഞാൽ ഇവിടെ A1 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് span AB, area of the bending moment diagram in the span AB, and similarly A2 is the second spanലുള്ള bending moment diagramത്തിൻ്റെ ഏരിയയാണ് A2, area of the free moment diagram in span BC. So capital A1 A2 എന്ന് പറഞ്ഞാൽ area of the bending moment diagram. Okay. So next term ആണ് A1 നമ്മൾ പറഞ്ഞു area of the free moment diagram in span AB, A2 is the area of the free moment diagram in span BC. Next is small a1. Small a1 is the distance of center of gravity of A1 from the support A. Distance of center of gravity of support A. So ഇവിടെ നമ്മൾ bending moment diagram ABC എന്ന് പറഞ്ഞാൽ നമ്മൾ bending moment diagramത്തിൻ്റെ ക്യാപിറ്റൽ A1 A2 എന്ന് പറഞ്ഞാൽ ഏരിയ കണ്ടുപിടിച്ചു. ഈ ഏരിയൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ സ്മോൾ എ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിചാരിക്കുക. നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി G. സോ A1 എന്ന് പറഞ്ഞാൽ distance of the center of gravity of area A1 from support A. ഈ സപ്പോർട്ട് A നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടിൽ നിന്ന് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ A1. ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് A1 ഫ്രം ദ സപ്പോർട്ട് A ആണ് സ്മോൾ A1. അതുപോലെ തന്നെ സെക്കൻഡ് സ്പാനിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഇവിടെ എന്ന് വിചാരിക്കുക. ദെൻ G എന്നാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ സ്മോൾ A2 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി സപ്പോർട്ട് A2 ഫ്രം സപ്പോർട്ട് C. റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള സെക്കൻഡ് സ്പാനിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് A2 വരുന്നത്. സോ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പാനാണ് നമ്മുടെ AB. അതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം അതിൻ്റെ ഏരിയ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയയിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് A1. അത് നമ്മൾ എടുക്കുന്നത് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടിൽ നിന്നായിരിക്കും. സിമിലർലി A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്പാനിലെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് A2. അത് നമ്മൾ എടുക്കേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടിൽ നിന്നാണ്. ശ്രദ്ധിക്കണം, ഫസ്റ്റ് സ്മോൾ A1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്ന് എടുക്കുന്നത് A2. സ്മോൾ A2 എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് സപ്പോർട്ട് C സപ്പോർട്ടിൽ നിന്ന് നമ്മുടെ അതർ എൻഡിലുള്ള സപ്പോർട്ടായിട്ടുള്ള C സപ്പോർട്ടിൽ നിന്ന്, മിഡിൽ സപ്പോർട്ടിൽ നിന്നല്ല C എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്നാണ് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇതാണ് A1 ആൻഡ് A2. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് A1 ഫ്രം സപ്പോർട്ട് A ഈ സ്മോൾ A1 ആൻഡ് സ്മോൾ A2 ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് A2 ഫ്രം സപ്പോർട്ട് C. ഓക്കെ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ് ദ മൊമെൻ്റ് ഓഫ് ത്രീ മൊമെൻ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ ക്ലാപ്പിയോൺസ് തിയറം ആണ് അനദർ നെയിം. ക്ലാപ്പിയോൺസ് ഡെറൈവ് ചെയ്തുകൊണ്ട് നമ്മളതിനെ ക്ലാപ്പിയോൺസ് തിയറം എന്ന് പറയുന്നത്. So three moment equation or Clapeyron's theorem is used for the analysis of continuous beam. This is the main application, that is the three moment equation is used for the analysis of continuous beams. So procedure അല്ലെങ്കിൽ steps in the analysis of beams using three moment equation. First determine the statical indeterminacy. നമുക്കറിയാം സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമൈൻ ദിസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇപ്പോൾ സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസിൻ്റെ ബേസിലാണ് നമുക്ക് എത്ര ഇക്വേഷൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി 1 ആണെങ്കിൽ നമുക്ക് ഒറ്റ ത്രീ മൊമെൻ്റ് ഇക്വേഷൻസ് ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് രണ്ട് സ്പാനേ ഉണ്ടാവുള്ളൂ. ആ രണ്ട് സ്പാനിൽ ത്രീ മൊമെൻ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ഇക്വേഷനെ കിട്ടുന്നുള്ളൂ, ഒറ്റ ത്രീ മൊമെൻ്റ് ഇക്വേഷനെ വരുന്നുള്ളൂ. ഇൻ കേസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 ആണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാവും. അതായത് രണ്ട് ത്രീ മൊമെൻ്റ് ഇക്വേഷൻസ് ഉണ്ടാവും. രണ്ട് സ്പാൻ എടുക്കണം, പിന്നെ അടുത്ത രണ്ട് സ്പാൻ എടുക്കാം. അങ്ങനെ നമുക്ക് രണ്ട് ത്രീ മൊമെൻ്റ് ഇക്വേഷൻസ് അവിടെ വരും. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 3 ആണെങ്കിൽ 3 ത്രീ മൊമെൻ്റ് ഇക്വേഷൻസ് ഉണ്ടാവും. ആ 3 ഇക്വേഷൻസിൽ സോൾവ് ചെയ്താലാണ് നമുക്ക് ആ മൊമെൻറ്റ്സുകൾ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കണം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, സോ നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. ABCDE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ബീമാണ് തന്നിട്ടുണ്ട്. അതിൻ്റെ ത്രീ മൊമെൻ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറാണ് തരുന്നത്. സോ നമുക്ക് പറയാം ത്രീ മൊമെൻ്റ് ഇക്വേഷൻസ് നമുക്ക് രണ്ട് സ്പാന് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ABBC എന്ന് പറഞ്ഞ സ്പാൻ. സോ ഇവിടെ നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എടുക്കുമ്പോൾ
ഇവിടെ ഇതിൻ്റെ അൺനോൺ റിയാക്ഷൻസ് 2 ആണ്. ഇവിടെ 1 1 1 1. അപ്പോൾ ടോട്ടൽ എത്ര 3 + 4 + 6 വരും അല്ലേ. സോ നമ്മൾ 6 ആണ് നമ്മുടെ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ്. ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം 3 ആണ്. സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് മൈനസ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. സോ 6 - 3 = 3 എന്ന് വരും. അപ്പോൾ 3 ആണ് ഇവിടെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പോൾ നമുക്ക് 3 3 മൊമെൻ്റ് ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 മൊമെൻ്റ് ഇക്വേഷൻ നമുക്കറിയാം. നമുക്ക് മൂന്ന് സപ്പോർട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് 3 മൊമെൻ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 3 സപ്പോർട്ടൊന്നല്ല, എത്ര സപ്പോർട്ട് ഉണ്ട്? 5 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും? 3 സപ്പോർട്ടിന് 3 സക്സസീവ് ആയിട്ടുള്ള സപ്പോർട്ടിന് മാത്രമേ നമുക്ക് 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. A B C എന്ന് പറഞ്ഞാൽ 3 സപ്പോർട്ടിന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 5 സപ്പോർട്ടുള്ളൊരു കണ്ടിന്യൂസ് ബീം തന്നാൽ എങ്ങനെ ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ 3 ഇക്വേഷൻസ് 3 മൊമെൻ്റ് ഇക്വേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. സോ 3 ഇക്വേഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. സോ നമ്മൾ ഫസ്റ്റ് സ്പാൻ ABC എടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് 3 സ്പാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് 3 കണ്ടിന്യൂസ് ബീം, അതായത് AB-യും BC-യും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ABC എടുത്തിട്ട് 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ BCD എടുക്കുക. BCDയിൽ സ്പാൻ എന്താ? സ്പാൻ BC-ക്കും സ്പാൻ CD-യിലും 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. കഴിഞ്ഞോ? ഇല്ല, CDE ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 3 സക്സസീവ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തു. ദാറ്റ് ഈസ് സ്പാൻ CD ആൻഡ് DE. സ്പാൻ CD-യിലും DE-യിലും നമ്മൾ 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി സ്പാൻ ഉണ്ടോ? ഇല്ലല്ലോ. ABC എടുത്തു, ദെൻ BCD എടുത്തു, ദെൻ അഗെയിൻ CDE എടുത്തു. അപ്പോൾ 3 മൊമെൻ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഓരോന്നിലും ഓരോ ഇക്വേഷൻസ് കിട്ടി. അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. 3 ഇക്വേഷൻസ് കിട്ടിയാൽ നമുക്ക് 3 അൺനോൺസ് ഉണ്ടാവും. അപ്പോൾ 3 അൺനോൺസിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ A എന്നുള്ളത് ഹിഞ്ച് സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്കറിയാം MAയുടെ വാല്യൂ 0 ആയിരിക്കും. MB അൺനോൺ ആണ്, MC അൺനോൺ ആണ്. ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിലെ മൊമെൻറ്റ്സ് എല്ലാം അൺനോൺസ് ആണ്. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ME ഓൾസോ ഇവിടെ എന്താ? 0, കാരണം ഹിഞ്ചഡ് ആണ്. എൻ്റെ സപ്പോർട്ട് ഹിഞ്ചഡോ അല്ലെങ്കിൽ റോളറോ ആണെങ്കിൽ അവിടുത്തെ മൊമെൻറ്റ് 0 ആയിരിക്കും. ബട്ട് ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിൽ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അൺനോൺസ് ഏതൊക്കെയാണ്? സോ MB, MC ആൻഡ് MD ഇതാണ് നമ്മുടെ അൺനോൺസ് വരുന്നത്. അപ്പോൾ 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻ, ഫസ്റ്റ് നമ്മൾ ABC എടുത്തു, സെക്കൻഡ് BCD എടുത്തു, തേർഡ് CDE എടുത്തു. 3 മൊമെൻ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. 3 ഇക്വേഷൻസിലും അൺനോൺസ് ആയിട്ട് വരുന്നത് MBയും MCയും MD ആയിരിക്കും. ഫസ്റ്റ് ഇക്വേഷൻ ABC എടുക്കുമ്പോൾ അവിടുത്തെ അൺനോൺസ് എന്തൊക്കെയാണ്? MBയും MCയും അൺനോൺ ആയിരിക്കും. സെക്കൻഡ് BCD എടുക്കുമ്പോൾ MCയും MDയും അൺനോൺ ആയിരിക്കും. CDE എടുക്കുമ്പോൾ MCയും MDയും അൺനോൺ ആയിരിക്കും. BCD എടുക്കുമ്പോൾ MB, MC, MD 3 അൺനോൺസ് വരും. CDE എടുക്കുമ്പോൾ MCയും MDയും അൺനോൺസ് ആയിരിക്കും. അപ്പം 3 ഇക്വേഷൻസും 3 അൺനോൺസിനും ഉണ്ട്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ 3 അൺനോൺസും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എത്ര ഇക്വേഷൻസ് ഉണ്ടാവും എന്നൊക്കെ മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമ്മൾ ഡ്രോ ദ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ഈച്ച് സ്പാൻ ഓഫ് ദ ബീം. ഓരോ സ്പാനും നമ്മൾ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരക്കണം. സോ ഇവിടെ നമ്മുടെ ABCDE, നമ്മുടെ ഇവിടെ 5 സ്പാനാണ് ഉള്ളത്. എക്സാമ്പിളാണ്, നമ്മൾ 5 സ്പാനാണ് വരുന്നത് ABCDE. അപ്പോൾ അതിനകത്ത് ABക്കകത്ത് UDL ആണ് ആക്ട് ചെയ്യുന്നത്. UDL ആകുമ്പോൾ നമുക്കറിയാം പരാബോളയാണ് വരുന്നത്. പിന്നെ BCനകത്തൊരു കോൺസെൻട്രേറ്റഡ് ലോഡാണ്, ട്രയാങ്കിൾ വരും. സിയിലും കോൺസെൻട്രേറ്റഡ് ലോഡ്, ഇയിലും കോൺസെൻട്രേറ്റഡ് ലോഡ്. ഇയിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് പ്ലസ് UDL വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് നമ്മുടെ ലോഡ് എന്ന് വെച്ചിട്ട്, UDL ആണോ കോൺസെൻട്രേറ്റഡ് ലോഡാണോ? ഇപ്പോൾ UDL ആണെങ്കിൽ ട്രയാങ്കിൾ ലോഡ് വരും, UDL ആണെങ്കിൽ പരാബോള വരും, കോൺസെൻട്രേറ്റഡ് ലോഡാണെങ്കിൽ ട്രയാങ്കിൾ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കാം. ഇപ്പോൾ UDL ആണെങ്കിൽ പരാബോള വരും.
അങ്ങനെ നമ്മുടെ ഓരോ സ്പാനിനെയും നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള സെപ്പറേറ്റഡ് സ്പാനിന് സിംപ്ലി സപ്പോർട്ടഡ് സ്പാനായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൽ വരുന്ന ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഡ്രോ ദ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ഈച്ച് സ്പാൻ ഓഫ് ദ ബീം. അങ്ങനെ വരച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് കമ്പ്യൂട്ട് ദ ഏരിയ, ക്യാപിറ്റൽ ഏരിയ ഓഫ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആൻഡ് സെൻട്രോയിഡ് ഓഫ് ഈച്ച് സ്പാൻ ഓഫ് ദ മൊമെൻറ്റ്. സോ കമ്പ്യൂട്ട് ദ ഏരിയ ആൻഡ് സെൻട്രോയിഡ് ഓഫ് ഈച്ച് സ്പാൻ ഓഫ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചതിൻ്റെ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, ക്യാപിറ്റൽ A1, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ് A1, ദെൻ അഗെയിൻ ഇതിൻ്റെ ഏരിയ A2, ദെൻ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി A2. സോ നമ്മൾ ഇതാണല്ലോ നമ്മൾ ഫസ്റ്റ് എടുക്കുക, ഫസ്റ്റ് 3 മൊമെൻറ്റ് ABC. അപ്പോൾ അതിൽ നമ്മൾ എന്തായിരുന്നു ഇക്വേഷൻ? MA × L1/I1 + 2MB × L2/I2 + L1/I1 + MC × L2/I2 = -6A1A1/I1L1 -6A2A2/I2L2 + 6EHA/L1 + 6EHC/L2. ആ 3 മൊമെൻറ്റ് ഇക്വേഷൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക. അതിൽ വരുന്ന ടേംസാണ് A1A1ഉം A2A2. അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു 3 മൊമെൻറ്റ് ഇക്വേഷൻ കിട്ടും. നെക്സ്റ്റ് നമ്മൾ BCD എടുക്കും അല്ലേ, അടുത്ത് നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ BCD എടുക്കും. അപ്പോൾ അവിടെയുള്ള A2 അതായത് ഇതാണ് നമ്മുടെ അവിടെ ഫസ്റ്റ് വരുന്നത് B സപ്പോർട്ട്, C സപ്പോർട്ട്, D സപ്പോർട്ട് അല്ലേ. അപ്പോൾ ബിയിൽ വരുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ, ഇതാണ് നമ്മുടെ A1 ആവും. ദെൻ നെക്സ്റ്റിലെ ഏരിയ ആണ് ഇവിടുത്തെ ഏരിയ, ഇതിൻ്റെ ഏരിയ A3 എടുക്കുക. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് ഡയഗ്രാം, ഫസ്റ്റ് ഏരിയ, ഇത് സെക്കൻഡ് ഏരിയ. അഗൈൻ നമ്മൾ വീണ്ടും എടുക്കുന്നത് CDE എടുക്കും. CDയിലും ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ A3 ആണെങ്കിൽ ഇത് A4 കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ. അപ്പോൾ ഫസ്റ്റ് ഏരിയ സെക്കൻഡ് ഏരിയ വെച്ചിട്ട് നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ അഗൈൻ നമുക്ക് ഇവിടെയും ഒരു ഇക്വേഷനെ കൂടെ കിട്ടും. അതാണ് നമ്മുടെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ ഏരിയയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രോയിഡൽ ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യുക. സോ അത് കഴിഞ്ഞാൽ ആണ് നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏരിയയും സെൻട്രോയിഡും കണ്ടുപിടിച്ചു. ഇനി കുറച്ച് ജനറൽ കേസസ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ്, നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ്, ഇതിപ്പോൾ നമ്മുടെ AB എന്ന് പറഞ്ഞ സ്പാനാണ്. അതിനകത്ത് L എന്നുള്ള ലെങ്ത് ഓഫ് സ്പാനകത്ത് സെൻട്രലിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് W ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒരു ട്രയാങ്കുലർ ആയിരിക്കും. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ WL/4 ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സെൻട്രലിലാണ് ലോഡ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L/2 ആയിരിക്കും. ഫ്രം ദ ലെഫ്റ്റ്, ഇതാണ് നമ്മൾ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിലും L/2 ആയിരിക്കും. റൈറ്റ് സൈഡ് B എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് AB. ബിയിൽ നിന്ന് സെൻട്രോയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ AB, അതും L/2 ആയിരിക്കും. കാരണം സെൻട്രലിലാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ക്യാപിറ്റൽ A ആണ് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ½ × B × H ആണ്. ഇവിടെ B എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, H എന്ന് പറഞ്ഞാൽ മാക്സിമം മൊമെൻ്റ് ആണ്, WL/4. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ കേസ് വെൻ ദ കോൺസെൻട്രേറ്റഡ് ലോഡ് ഈസ് ആക്ടിങ് അറ്റ് എ സെൻറ്റർ. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, സെൻട്രൽ ഡിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സെൻട്രിക് ആയിട്ട് ലോഡ് ആക്ട് ചെയ്യാണ്. സോ ലെങ്ത് ഓഫ് ദ സ്പാൻ സിംപ്ലി സപ്പോർട്ടിൻ്റെ ബീമിനകത്ത് ലെങ്ത് ഓഫ് സ്പാൻ L ആണ്. ഡിസ്റ്റൻസിൽ ലെഫ്റ്റിൽ നിന്ന് Aയിൽ നിന്ന് സപ്പോർട്ട് Aയിൽ നിന്ന് സ്മോൾ ഡിസ്റ്റൻസിലാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ സോ ദിസ് ഈസ് അവർ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. മാക്സിമം വാല്യൂസ് WAB/L, മാക്സിമം വാല്യൂസ് WAB/L. സോ ഇവിടെ സെൻട്രോയിഡ് ഒരിക്കലും സെൻട്രലിലായിരിക്കില്ല, കാരണം മാക്സിമം ലോഡ് സെൻട്രലിലല്ല വരുന്നത്, ഡിസ്റ്റൻസിലാണ്. സോ ഇവിടെ ഈ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിന്, ഈ ട്രയാങ്കുലർ ആയിട്ടുള്ള ഡയഗ്രത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട് Aയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ AA. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ L+A/3 ആണ്. L+A/3. ഇപ്പോൾ ഇവിടെ 2 മീറ്ററും ഇത് 4 ആണെങ്കിൽ ആൻഡ് ടോട്ടൽ ലെങ്ത് 6 ആണെങ്കിൽ സ്മോൾ AA, ദാറ്റ് ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ദിസ് ഡയഗ്രാം ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട് L is 6 പ്ലസ് Aയുടെ വാല്യൂ 2, 6 + 2/3 ദാറ്റ് ഈസ് 8/3 എന്ന് വരും. ഇൻ കേസ് നമ്മൾ ലെഫ്റ്റ് സപ്പോർട്ട് റൈറ്റിന് പകരം റൈറ്റ് സപ്പോർട്ടിൽ നിന്നാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, B എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്നാണ് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ ABയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ L+B/3 ആയിരിക്കും. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 6 + 4/3 ദാറ്റ് ഈസ് 10/3 വരും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എക്സെൻട്രിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ് ഫ്രം ദ സപ്പോർട്ട് Aയിൽ നിന്നാണെങ്കിൽ L+A/3,
സപ്പോർട്ട് ബിയിൽ നിന്നാണെങ്കിൽ എൽ പ്ലസ് B/3 വരും. ഓക്കെ, ഈ രണ്ട് വാല്യൂസും ഓർത്തിരിക്കണം. അതുപോലെ ഏരിയ നമുക്കറിയാം ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു B ഈസ് L ആൻഡ് H ഈസ് ഓർഡിനേറ്റ് ഈസ് WAB/L. സോ ഇതാണ് ഏരിയ. നെക്സ്റ്റ് കേസ് UDL. UDL ആക്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം പരാബോളയാണ്. ആൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് WL²/8 ആണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ് ഇത് നമുക്കറിയാം സിമെട്രിക്കലാണ്. UDL ത്രൂ ഔട്ട് ദ സ്പാനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സിമെട്രിക്കലാണ്. സോ സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓർ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്താലും A സപ്പോർട്ടിൽ നിന്നായാലും B സപ്പോർട്ടിൽ നിന്നായാലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഡിസ്റ്റൻസ് L/2 തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഏരിയ പരാബോളയുടെ ഏരിയ 2/3 ഇൻറ്റു B ഇൻറ്റു H ആണ്. സോ 2/3 ഇൻറ്റു B is L and H is WL²/8. സോ ദിസ് ഈസ് ദ ഏരിയ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം when UDL is acting. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ്. എക്സെൻട്രിക് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിലുള്ള ഇക്വേഷൻ മാത്രം അത് ഓർത്തിരിക്കുക. സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിലും UDL ആക്ട് ചെയ്യുകയാണെങ്കിലും സെൻട്രോയിഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പാനിൻ്റെ പകുതിയിൽ തന്നെ ആയിരിക്കും. ബട്ട് എക്സെൻട്രിക് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിലുള്ള ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ സ്റ്റെപ്പ് എന്താ, ക്യാപിറ്റൽ എയും സ്മോൾ എയും കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ എയും സ്മോൾ എയും കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് പ്രൊസീജിയർ വരുന്നത് ഐഡൻറ്റിഫൈ ദ അൺനോൺ മൊമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ കേസസിൽ പറഞ്ഞു A എന്ന് പറഞ്ഞ സപ്പോർട്ട് ഹിഞ്ച്ഡ് റോളർ സപ്പോർട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. എൻ്റെ സപ്പോർട്ട് ഹിഞ്ച്ഡ് റോളർ ആണെങ്കിൽ നമുക്കറിയാം മൊമെൻറ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിനകത്ത് നമ്മൾ എക്സാമ്പിൾ ഫിഗറിൽ കണ്ടു എമ്മയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മുടെ അൺനോൺ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് MBയും MCയും MDയും ആയിരുന്നു. ഓക്കെ, MEയുടെ വാല്യൂ 0 ആയിരുന്നു, കാരണം ഹിഞ്ച്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ സപ്പോർട്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ അൺനോൺ മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചു. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിലെ മൊമെൻറ്റ്സ് ആണ് ഇവിടെ അൺനോൺ മൊമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. സോ അത് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അപ്ലൈ ദ 3 മൊമെൻറ്റ് ഇക്വേഷൻ ഫോർ ഈച്ച് പെയർ ഓഫ് സ്പാൻസ്. നമ്മൾ പറഞ്ഞു ഇവിടെ 3 പെയർ വരും അല്ലേ. AB ആൻഡ് BCയിൽ വരും, ദെൻ BCDയിൽ വരും, ദെൻ CDയിൽ വരും. അപ്പോൾ ദെൻ നമ്മൾ ഈ ഒരു 3 പെയറിലും 3 മൊമെൻറ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുക. അപ്ലൈ 3 മൊമെൻറ്റ് ഇക്വേഷൻ ഫോർ ഈച്ച് പെയർ ഓഫ് സ്പാൻസ് AB ആൻഡ് BC ആൻഡ് CD ആൻഡ് D. ഈ ഓരോ 3 സെറ്റിലും നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യും. ദെൻ ഈ സോൾവ് ദീസ് 3 മൊമെൻറ്റ് ഇക്വേഷൻ ടു ഗെറ്റ് ദീസ് അൺനോൺ സപ്പോർട്ട് മൊമെൻറ്റ്സ്. സോ ഈ ഒരു 3 ഇക്വേഷൻസ് ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ഇവിടെ നിന്ന് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി, ഇവിടെ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടി. ഈ 3 ഇക്വേഷൻസിന് നമുക്ക് സോൾവ് ചെയ്താൽ നമ്മൾ അൺനോൺസ് ഇതായിരുന്നല്ലോ, 3 അൺനോൺസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 മൊമെൻറ്റ് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്താൽ നമ്മുടെ അൺനോൺ ആയിട്ടുള്ള സപ്പോർട്ടിലെ മൊമെൻറ്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അൺനോൺ മൊമെൻറ്റ്സ് എല്ലാം കിട്ടി. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സപ്പോർട്ടിലെ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. നമ്മൾ RA RB RC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഓരോന്നിലെയും റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. റിയാക്ഷൻസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കാൻ പറ്റും. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമ്മുടെ എക്സ്റ്റേണൽ മൊമെൻറ്റ് കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, അതുപോലെ എൻ്റെ സപ്പോർട്ടിലെ മൊമെൻറ്റ് കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് 3 മൊമെൻറ്റ് ഇക്വേഷൻസിൻ്റെ പ്രൊസീജിയർ. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഒക്കെ നമ്മൾ തൊട്ട് സ്ലോപ്പ് റിഫ്ലക്ഷൻ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എക്സ്റ്റേണൽ ബെൻഡിങ് മൊമെൻറ്റ് കാരണം എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കും. ദെൻ നമുക്ക് സപ്പോർട്ട് മൊമെൻറ്റ് കിട്ടി. നമ്മുടെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് സപ്പോർട്ടിലെ മൊമെൻറ്റ്സ് കിട്ടി. ആ മൊമെൻറ്റ് കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കും. എന്നിട്ട് അതിൻ്റെ കമ്പൈൻ ചെയ്തിട്ടുള്ള നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കും. ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ 3 മൊമെൻറ്റ് ഇക്വേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 മൊമെൻറ്റ് ഇക്വേഷൻ എന്താണെന്നും പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ ഓഫ് 3 മൊമെൻറ്റ് ഇക്വേഷൻ പ്രൊസീജിയർ, ദാറ്റ് ഈസ് സ്റ്റെപ്പ്, എങ്ങനെയാണ് നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷനെ അപ്ലൈ ചെയ്യുക ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.